മിഷൻ വേലൂർ മഖ്ന വയനാട്ടിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൗത്യത്തിന് നേരിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലും കർണാടക വനത്തിൽ നിന്നാണ് ആനയുടെ സിഗ്നൽ ലഭിച്ചത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം ബാവലിക്കാട്ടിനുള്ളിൽ നില ഉറപ്പിച്ചെങ്കിലും ആന കേരളത്തിലേക്ക് തിരികെ വന്നില്ല. കേരള അതിർത്തിയിലെത്തിയാൽ വീണ്ടും ദൗത്യം ആരംഭിക്കും. അതേസമയം ചെതലത്ത് റേഞ്ചിലെ മുള്ളൻകൊല്ലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് അനൂപാണ്. ഗുഡ് മോർണിംഗ് അനൂപ്. ഗുഡ് മോർണിംഗ് അനൂപ്, ഇപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് ആനയുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് തന്നെയുള്ള പ്രശ്നങ്ങളാണ്. കേരള അതിർത്തിയിലേക്ക് തിരികെ മടങ്ങി വന്നിട്ടില്ല മഖ്ന എന്നുള്ളത് തന്നെയാണോ? അതായത് ഈ ബാവലി കാട്ടിനുള്ളിലാണ് നിലവിൽ മഗ്നയുടെ സാന്നിധ്യമുള്ളത്. അവിടെ ഈ വനംവകുപ്പിലെ ജീവനക്കാർ, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള ഈ വേലൂർ മഗ്നയെ നേരത്തെ പിടികൂടിയ സംഘങ്ങൾ ഉൾപ്പെടെ ഈ ബാവലി കാട്ടിനുള്ളിൽ, ഈ ബാവലിക്കാട് എന്ന് പറയുന്നത് തിരുനെല്ലി വനമേഖലയോട് ചേർന്നിട്ടുള്ള കർണാടക വനാതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെയാണ് വേലൂർ മഗ്നയുടെ സാന്നിധ്യം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉള്ളത്. അത് വനാതിർത്തിയിലാണ് എങ്കിലും കേരളത്തിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഏറെ അകലെയാണ്. അത് ഒരു അനുകൂല ഘടകമായിരുന്നുവെങ്കിലും പിന്നീട് ഈ ബാവലി കാടുകളിൽ നിന്ന് നാഗർഹോള വനമേഖലയിലേക്ക് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഈ ആന കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മയക്കുവെടി വയ്ക്കാനുള്ള സംഘം നമ്മൾ ഈ ബാവലി മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നുവെങ്കിലും, ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ നിലയുറപ്പിച്ചിരുന്നുവെങ്കിലും ഈ ആന വീണ്ടും ഈ നാഗർഹോള വനമേഖലയിലേക്ക് കൂടുതൽ വനാന്തരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള വനംവകുപ്പിൻ്റെ ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഈ ആന ഏതെങ്കിലും വിധത്തിൽ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്യും. നിലവിൽ കർണാടക വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ് ആനയുള്ളത്. ഇനി കർണാടക വനംവകുപ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, നിരീക്ഷണങ്ങളെല്ലാം നടത്തേണ്ടത്. വിവരങ്ങൾ കേരള വനംവകുപ്പിന് കൈമാറേണ്ടതെല്ലാം. ഏതായാലും ഈ ഒരു പ്രത്യേക ഒരു സവിശേഷമായിട്ടുള്ളൊരു വനമേഖലയിൽ നാഗർഹോള കേരള വനാതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഏതായാലും മഗ്നയുടെ സാന്നിധ്യം ഇപ്പോൾ ഉള്ളത്. അത് കേരള അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം കർണാടക വനത്തിലേക്ക് ഉള്ളിലാണ്. ഏതായാലും ഈ ഒരു ജനവാസ മേഖലയുടെ ഒരു പശ്ചാത്തലമല്ല ഇതിനോട് ചേർന്ന് ബാവലിക്കാടുകളോട് ചേർന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം ഒരു വലിയ നിരീക്ഷണം ഈ ആനയെ സംബന്ധിച്ച്, ഈ ആന വീണ്ടും ഇവിടേക്ക് എത്താനുള്ള സാധ്യതയെല്ലാം കണക്കെടുത്ത് ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും ഏറ്റവും ഒടുവിലെ സിഗ്നലുകൾ പ്രകാരവും കർണാടക വനാതിർത്തിയിൽ കർണാടക ഭാഗത്തോട് ചേർന്നാണ് ആനയുള്ളത് എന്നുള്ളതാണ്. ഏതായാലും വേലൂർ മഗ്നയ്ക്കുള്ള ദൗത്യം ഏതായാലും വനവകുപ്പ് അവസാനിപ്പിച്ചിട്ടില്ല. അതൊരു താൽക്കാലിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് മാത്രം. ഈ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം ഈ വേലൂർ മഖ്ന മിഷനുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ടായിരുന്നല്ലോ. എല്ലാവരും ഇപ്പോൾ ഈ ഉൾക്കാടിനുള്ളിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണോ? ദൗത്യം ആരംഭിക്കുക അതിപുലർച്ചെയാണ്. ഏതായാലും ഇന്നത്തെ ദൗത്യവും ആ രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനെ നിരീക്ഷിക്കുക, അതോടൊപ്പം ഇത് കേരള വനാതിർത്തിയിലേക്ക് കടക്കുന്നുണ്ടോ എന്നതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഈ വനാന്തര ഭാഗത്തുള്ള ഓപ്പറേഷൻ ദിവസവും നടക്കാറ്. ഏതായാലും അതേ രീതിയിൽ തന്നെ ഇന്നലെ രാത്രി ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്നത്തെ വനംവകുപ്പിൻ്റെ ദൗത്യം. നമുക്കറിയാം ഈ കർണാടക വനാതിർത്തി മേഖല നിബിഡ വനപ്രദേശമാണ്, ചെങ്കുത്തായ ഒരു വനപ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഈ അടിക്കാടുകളെല്ലാം നിറഞ്ഞ സാഹചര്യമുണ്ട്. ഈ വനാന്തരത്തിൽ നിന്ന് വേലൂർ മഗ്നയെ പിടികൂടുക എന്നുള്ളത് സാങ്കേതികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അത് അസാധ്യവുമാണ്. വനയോരത്തോട് ചേർന്നിട്ടുള്ള തുറസ്സായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ട്രാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് വേണം ഈ ദൗത്യം നടത്താൻ. വനാന്തരത്തിൽ നിന്ന് ഒരു ആനയെ ഇത്തരത്തിൽ പിടികൂടി പുറത്തേക്ക് എത്തിക്കുക എന്നും മറ്റുമെല്ലാം ഒരു അസാധ്യമായിട്ടുള്ള കാര്യമാണ് സ്ഥലത്തിൻ്റെ സവിശേഷതകളെല്ലാം പരിശോധിച്ചാൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെ ഈ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ച് ട്രാക്കിംഗ് സംവിധാനം പല മേഖലകളിലും ലഭ്യമല്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായാലും ഈ പ്രാദേശികമായി പരിചയ സമ്പത്ത് കൂടിയുള്ള, പ്രാദേശികമായി ഭൂപ്രകൃതി അറിയുന്ന വാച്ചർമാരെ
ഉൾപ്പെടുത്തി കൂടി കൊണ്ടാണ് ഇപ്പോഴേതായാലും ദൗത്യങ്ങൾ നടക്കുന്നത്. അത് ദിവസങ്ങളായി തന്നെ അങ്ങനെയാണ്. ഡോക്ടർ അരുൺ സക്കറിയ നമുക്കറിയാം, ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം ദൗത്യങ്ങളിൽ സംസ്ഥാനത്തെ അകത്തും പുറത്തുമെല്ലാം വിവിധ ദൗത്യങ്ങളിൽ പങ്കെടുക്കുകയും വലിയ അനുഭവ സമ്പത്തും പരിചയമെല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടമാണ് ഈ ദൗത്യത്തിൽ ഇപ്പോഴുള്ളത്. സവിശേഷമായിട്ടുള്ള ഈ ഭൂപ്രകൃതിയും ഭൂഘടനയുമെല്ലാം ദൗത്യത്തിന് പ്രതിസന്ധി ആവുന്നുണ്ടെങ്കിലും ഈ തുറസായ മേഖലയിലേക്ക് ട്രാക്ക് ചെയ്തെത്തിക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ ദിവസമല്ലാതെ വളരെ സജീവമായി നടന്നിരുന്നു. ആനയുടെ തൊട്ടരികിൽ വരെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആന ഇപ്പോൾ കൂടുതൽ അക്രമകാരിയാണ് എന്നുകൂടി കേരള വനവകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആക്രമണ സാധ്യതകൾ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാവും ഇനിയുള്ള ദൗത്യം അല്ലെങ്കിൽ ആ ദൗത്യം ആ രീതിയിൽ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കേരള വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ആന ബേലൂർ മഗ്ന കർണാടകയിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണല്ലോ. അത് ആ ബന്ദിപ്പൂർ വനമേഖലയിൽ ബേലൂരിൽ നിന്ന് പിടികൂടി വിട്ടയക്കുകയായിരുന്നു കർണാടക. അതുകൊണ്ട് ഈ മരിച്ച ആനയുടെ ആക്രമണത്തിൽ മരിച്ച പടമല സ്വദേശിയായിട്ടുള്ള അജിയുടെ കുടുംബത്തിന് കർണാടക വനം വകുപ്പും നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ രേഖാമൂലം കർണാടക സർക്കാരിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കർണാടക വനംവകുപ്പ് മന്ത്രി സംബന്ധിച്ചിട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഈ അജിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കർണാടകത്തിൽ ഇത്തരത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്ക് നൽകുന്ന അതേ നഷ്ടപരിഹാരം അജിയുടെ കുടുംബത്തിന് നൽകും എന്നുള്ളതാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആവശ്യം കർണാടക വനംവകുപ്പിന് കർണാടക സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ ദൗത്യം എന്തായാലും വനംവകുപ്പ് അവസാനിപ്പിച്ചിട്ടില്ല. അതൊരു താൽക്കാലിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കേരള വനാതിർത്തിയിലേക്ക് തിരിച്ചെത്തുന്ന പക്ഷം ഇത്തരത്തിലുള്ള ദൗത്യം ട്രാക്കിംഗ് എല്ലാം വനംവകുപ്പ് പുനരാരംഭിക്കുകയും ചെയ്യും.